കാണും മാമലയൊന്നും നമ്മുടേതല്ലെൻ മകനെ. ഇക്കാണും കായൽ കരയും ആരുടെയുമല്ലൻ മകനെ. പുഴുപുലികൾ പക്ഷി പരുന്തുകൾ കടലാനകൾ കാട്ടൊരുവങ്ങൾ പലകാല പരദൈവങ്ങൾ ഉലയാടികൾ നമ്മളുമൊപ്പം. ഒരു മനുഷ്യായുസ്സിൽ ലോകം ചുറ്റി പലതും കാണാനുണ്ട്. നമ്മളിൽ പലരും കേരളത്തിൽ ജനിച്ചവരാണ്. എന്നാൽ നമ്മളുടെ കേരളം എത്ര മനോഹരം ആണെന്ന് നമ്മൾ തന്നെ അറിയാതെ പോകുന്നു. നമ്മളുടെ മുന്നിൽ തന്നെ നമ്മൾ കാണാതെ പോകുന്ന ഒരു ലോകമുണ്ട്. ആ ലോകത്തിലേക്ക് ഒരു യാത്ര. ആ യാത്ര DJI Air 3S ഡ്രോണിൻ്റെ കണ്ണിലൂടെ തൊടുപുഴയിൽ. എന്താ കംപ്ലൈന്റ് ഉണ്ടോ? അത് ശരിയാക്കണം. റിസ്വാൻ ഓഫ് റോഡ് ട്രൈ ചെയ്യാൻ പോവാണ്. റെഡ്നീസിൻ്റെ പുതിയ ട്രെയിനിങ് ഒക്കെയാണ്. ശിഷ്യനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ജിപ്സിയിൽ കിടക്കുകയാണ് ഗൈസ്, കിടക്കുകയാണ്. എവിടെയെങ്കിലും പിടിച്ചിരിക്കണം, അല്ലേ ശരിയായില്ല. ഇതാണ് വെളിയിൽ നിന്നുള്ള POV. എങ്ങനെയുണ്ട്? രസമല്ലേ? അതെ, നമ്മളിപ്പോൾ ഇറങ്ങിപ്പോവാണ്. ഇതാണ് എൻ്റെ POV. ഞാനിവിടെ ഇരുന്നാൽ എനിക്ക് കിട്ടുന്ന ആംബിയൻസ് ആണ് ഇവിടെ കാണുന്നത്. കണ്ടോ, ഇവിടുത്തെ സീനറിയൊക്കെ എനിക്ക് നല്ല വൈഡ് സ്ക്രീനിൽ കാണാൻ പറ്റും. ഞങ്ങൾ ഡ്രോൺ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ പ്രൈവറ്റ് ഓഫ് ബീറ്റ് സ്ഥലത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഡ്രോണൊക്കെ ടെസ്റ്റ് ചെയ്തു. ഡ്രോണൊക്കെ പറത്തി. അടിപൊളി പെർഫോമൻസ് ആണ് ഡ്രോണിൻ്റെ Air 3Sൻ്റെ. ഒരു രക്ഷയില്ല. ഞങ്ങളുടെ ടെസ്റ്റൊക്കെ കഴിഞ്ഞു. തിരിച്ച് ഞങ്ങൾ പോവുകയാണ്. റിസ്വാന് കിടന്ന് അടി കിട്ടാതിരിക്കാൻ വേണ്ടി ഫ്രണ്ടിൽ കയറി നേരത്തെ ഇരിപ്പുണ്ട് റിസ്വാന്. ഞാൻ ബാക്കിലാണ് ഇരിക്കുന്നത്. പക്ഷേ എനിക്ക് ബാക്കാണ് ഇഷ്ടം ഇരിക്കാൻ. ഇവിടെ ഒരു ഏറെ പ്രത്യേക ഫീലാണ് ബാക്ക്. ഇതിൻ്റെ ചേസ് ഇച്ചിരിയും കൂടെ നീളം ഉള്ളതുകൊണ്ട് കിടക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇവിടെ കിടന്നാൽ ശരിയാകത്തില്ല. പക്ഷെ അടിപൊളി വേറൊരു ഫീലാണ്. ചെറുപ്പത്തിലൊക്കെ ഞാൻ ചെറിയ വയസ്സിലൊക്കെ ജീപ്പിലുമൊക്കെ ഇങ്ങനെ ബാക്കിലിരുന്ന് പോയ വേറൊരു ഫീല് ഇവിടെ കിട്ടും. ഇതാണ് ബാക്കിലെ ആംബിയൻസ്. നിങ്ങളൊരു ഹായ് പറഞ്ഞേ രണ്ടുപേരും. ഹായ്.
തൊടുപുഴയിൽ ഇനിയുമുണ്ട് നമ്മൾ കാണാത്ത മറ്റനേകം മനോഹര ലോകം. അവയിൽ ചിലത് അടുത്ത എപ്പിസോഡിൽ തുടരും.